മതമൈത്രിയുടെ ചരിത്രം വിളിച്ചോതുന്ന വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് കൊടിയേറി. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി കൊണ്ടാടുന്ന നേർച്ചയ്ക്ക് വടക്കേത്തൊടിയിൽ ഹംസയുടെ കുടുംബാംഗങ്ങളും നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് വലിയ കൊടിയേറ്റിയതോടെ നേർച്ചയ്ക്ക് തുടക്കമായി. അമ്പാട്ട് കുഞ്ഞാണ്ടിയുടെ കുടുംബാംഗങ്ങളും നേർച്ച കമ്മിറ്റി ഭാരവാഹികളും ചേർന്നാണ് ചെറിയ കൊടിയേറ്റിയത്. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി കൊണ്ടാടുന്ന നേർച്ചയ്ക്ക് വടക്കേത്തൊടിയിൽ ഹംസയുടെ കുടുംബാംഗങ്ങളും നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് വലിയ കൊടിയേറ്റിയതോടെ നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. ഇനിയുള്ള 3 നാൾ തിരൂരുകാരുടെ ആഘോഷരാവുകൾ തന്നെയാണ്. വെട്ടത്ത് പുതിയങ്ങാടി യാഹും തങ്ങൾ ഔലിയയുടെ 171ാമത് വലിയ നേർച്ചയ്ക്കാണ് ഞായർ മുതൽ ചൊവ്വാഴ്ച വരെയുള്ള 3 ദിവസങ്ങളിലായി BP അങ്ങാടിയും പരിസരവും സാക്ഷ്യം വഹിക്കുക. നേർച്ചയോടനുബന്ധിച്ചുള്ള കാർണിവലിനുള്ള ഒരുക്കങ്ങളായി BP അങ്ങാടി ബൈപ്പാസ് റോഡരികിലും തിരൂർ ചമ്രവട്ടം റോഡരികിലുമാണ് കാർണിവൽ നടക്കുക. തെരുവോര കച്ചവടക്കാരും സ്ഥലം പിടിച്ചു കഴിഞ്ഞു. നേർച്ചയോടനുബന്ധിച്ച് തെരുവോരത്തെല്ലാം നേർച്ചമിഠായി കച്ചവടം തുടങ്ങിയിട്ടുമുണ്ട്. പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ ജാറത്തിന് പോലീസ് ഹെഡ് പോസ്റ്റ് തുറന്നു. നേർച്ച ദിവസങ്ങളിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാവും. ഞായറാഴ്ച രാവിലെ BP അങ്ങാടി മാർക്കറ്റിൽ നിന്നും 100 കണക്കിന് അരിച്ചാക്കുകൾ തലയിലേന്തിയാണ് ജാറത്തിലേക്ക് കഞ്ഞിക്കാരുടെ വരവുകൾ എത്തുക. ഈ അരി ഉപയോഗിച്ച് കഞ്ഞിയുണ്ടാക്കി 3 ദിവസവും കഞ്ഞിപ്പറച്ച നടത്തും. ചരിത്രപ്രസിദ്ധമായിട്ടുള്ള യാസൂബാന്റെ ഈ മുറ്റം ചെറിയ മുറ്റമാണ്. 1000-10,000 ലക്ഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മുറ്റത്ത് ഇന്നേ വരെ ഒരു അപകടം ഉണ്ടാകാത്ത ഒരു മുറ്റമാണ്. വാഹനങ്ങളുടെ വർക്കത്തുകൊണ്ട് ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു. ഇതിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അല്ല, ഇതൊരു ചെറിയ മുറ്റാണ്. നമ്മൾ പകലൊക്കെ വരുമ്പോൾ ഈ നേർച്ചൻ്റെ അന്ന് മുറ്റം വികസിക്കുന്നതായിരിക്കും. അതിനെന്താ മഹാനവരുടെ കറാമത്ത്, മഹാന്റെ കറാമത്താണ്. പല കറാമത്തുകളും പല കാട്ടിയിട്ടുണ്ടോ? കറാമത്ത്
ഈ കൊടുക്കുന്ന അവരില്ല കലാപത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 4 മണിക്ക് തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആനകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരന്ന് ജാറത്തിലേക്ക് കൊടിവരവ് എത്തിയത്. നേർച്ചക്കൊടി പരമ്പരാഗതമായ രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഡിവൈഎസ്പി KM ബിജു നേർച്ച കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറി. സ്റ്റേഷൻ വളപ്പിൽ വിവിധ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും അരങ്ങേറും. കൊടിവരവ് പൂഴിക്കുന്നിൽ പോയി തിരിച്ച് ജാറത്തിൽ വന്ന ശേഷമാണ് വലിയ കൊടിയേറ്റം നടന്നത്. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള 50ഓളം പെട്ടിവരവുകൾ ജാറം മൈതാനിയിൽ പ്രവേശിക്കും. സമാപന ദിവസമായ ചൊവ്വാഴ്ച വാക്കാട് നിന്നുള്ള ചാപ്പക്കാരുടെ വരവോടെ കമ്പം കത്തിച്ച് നേർച്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തിരൂർ. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.